ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ വലിയ സ്നേഹത്തിന്റെ മുൻപിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ ദിവസവും ഇത് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ സ്നേഹം ദൈവത്തോട്, സ്വർഗത്തോട് നമുക്ക് തോന്നുന്ന നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു ശാന്തത ഒക്കെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക. ഇന്ന് നമ്മൾ അമ്മയെക്കുറിച്ച് ചിന്തിക്കുക. അമ്മ എളിമയുടെ മാതൃകയുള്ള ഒരു അമ്മയാണെന്നാണ്. നമ്മളെല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. നമ്മുടെ എല്ലാ ഉള്ളിലുള്ള അകത്തിന്റെ തലത്തെ നമുക്ക് പലപ്പോഴും അടക്കാനാവുന്നില്ല. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളെല്ലാവരും എവിടെയൊക്കെ അഹങ്കരിക്കുന്നുണ്ട്. അഹങ്കാരമില്ല എന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് അഹങ്കാരമുണ്ട്. എന്നാൽ ഈ പരിശുദ്ധ അമ്മ ഒത്തിരി വലിയ സ്വർഗീയ കൃപകളും ഒക്കെ കിട്ടിയിരിക്കുന്ന പരിശുദ്ധ അമ്മ, ദൈവത്തിന്റെ അമ്മയായ പരിശുദ്ധവന മണവാട്ടിയായ പരിശുദ്ധ അമ്മ വലിയ എളിമയുടെ അമ്മയാണ്. എളിമയുടെ വലിയ അമ്മയെ നമ്മൾ കാണുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് യോക്കാട് സുവിശേഷത്തില് 41 അധ്യായം 46 മുതൽ 55 വരെയുള്ള വചനങ്ങളാണ്. അവിടെ മറിയത്തിന്റെ സ്തോത്രഗീതമാണ് നമ്മൾ കാണുന്നത്. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. പരിശുദ്ധ അമ്മ പറയുന്ന ഒരു കാര്യമാണ്. തന്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്ത ആ പരിശുദ്ധ ദൈവത്തിന്റെ മുൻപില് സ്വയം സമർപ്പിക്കുകയാണ്. അപ്പൊ എളിമപ്പെട്ട് നിൽക്കുന്ന അവിടുന്ന് 1 അധ്യായം 48 വചനം, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം എളിമപ്പെടുന്നു അത്രമാത്രമാണ് സ്വർഗം നമ്മുടെ കൂടെ ഇറങ്ങി വരിക, ഇവിടെ ഒപ്പം നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 66 അധ്യായം നമ്മൾ കാണും, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനങ്ങൾക്ക് വിറയ്ക്കുകയും ചെയ്യുന്നവനാണ് ഞാൻ കടാക്ഷിക്കുക. എളിമപ്പെടുന്നത് സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ വിമലകഥയെ പ്രതിഷ്ഠയില് നമുക്ക് നമ്മുടെ ഉള്ളിലെ അകത്തിന്റെ തലങ്ങളിൽ ഒന്ന് പരിശോധിക്കാം. എവിടെയാണ് എനിക്ക് കുറവ് വന്നിരിക്കുന്നത്? പരിശുദ്ധയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ അഗാധമായ എളിമ. അമ്മ തന്റെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി. എളിമപ്പെടുമ്പോഴാണ് ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുക. അതിന്റെ കർത്താവ് നമ്മളോട് പറയുകയാണ്, എവിടെയൊക്കെ അഹങ്കാരമുണ്ടോ അവരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകും. എളിമപ്പെടുന്നവരെല്ലാം ദൈവത്തിലോട്ട് പൂർണ്ണമായിട്ട് ആശ്രയിക്കും. ദൈവത്തിന്റെ കൃപ അവരെ വലയം ചെയ്യും. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മേ, ഈ വിമലകഥയെ നടത്തുന്ന ഈ ദിവസങ്ങളിൽ വലിയ എളിമ നൽകി അമ്മ എന്നെ അനുഗ്രഹിക്കാൻ സ്വർഗത്തോട് പറയണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാവിധ അനുഗ്രഹങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. അതിനായിട്ട് അമ്മ എനിക്ക് വേണ്ടി ഈശോയോട് പറയണമേ.